തന്നെയാണ് രശ്മി പശുപാലനും രാഹുൽ പശുപാലനും. കേരളത്തിൽ അറിയപ്പെടുന്ന രശ്മി അറിയപ്പെടുന്ന പോൺ ആർട്ടിസ്റ്റൊക്കെയാണ്. പക്ഷേ അത് പബ്ലിക് ഡൊമൈൻ അല്ല എന്ന് മാത്രം. അവർക്ക് അവരുടേതായ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവർക്കെതിരായിക്കൊണ്ട് ചില സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു. ഒരു കാറുമായി ബന്ധപ്പെട്ട് അവർ പുതിയതായി വാങ്ങിയ അവരുടെ വിവാഹ വാർഷികവുമായി ബന്ധപ്പെട്ട് വാങ്ങിയ കാറിന് മുമ്പിൽ അവർ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് റീച്ച് ഉണ്ടാക്കാനായിക്കൊണ്ട് ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതിൽ പലതരത്തിലുള്ള വൃത്തികെട്ട കമൻറ്റുകളും വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ ബാക്ക് കാണിച്ചുകൊണ്ട് വണ്ടി വാങ്ങി, അല്ലെങ്കിൽ ചന്തി കാണിച്ച് വണ്ടി വാങ്ങിയവൾ എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇത്രയും വൾഗറായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയും വൾഗർ അവർ കാണിച്ചിട്ടല്ലേ എന്ന്. അങ്ങനെ കാണിക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമ്പോഴും അതിന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കാൻ, എന്നെ ആക്ഷേപിച്ച് സംസാരിക്കാൻ ആർക്കും അധികാരവുമില്ല. ഇങ്ങനെ സൈബർ ലോകം ഇങ്ങനെ ഞരമ്പുകളായി മാറുന്നത് എന്തുകൊണ്ടാണ്? അതിപ്പോൾ നമ്മൾ രശ്മി നായരെയും അവരുടെ ഭർത്താവ് രാഹുൽ പശുപാലിനെയും ഒന്നും പറയണ്ട. നമ്മൾ തന്നെ ഒരു വാർത്ത എടുത്താൽ അതിൻ്റെ താഴെ വരുന്ന ഏറ്റവും മോശകരമായ കമൻറ്റുകൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കാറില്ലേ? പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് തന്നെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും നമ്മളത് ചിരിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളയുകയാണ്. പലപ്പോഴും ആലോചിക്കുമ്പോൾ നമുക്കതിൽ വിഷമവും സങ്കടമൊക്കെ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത് കൊണ്ടാണോ എനിക്ക് ഇത്രയും മോശം കമൻറ്റുകൾ വരുന്നത്? ഞാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് എനിക്കെതിരെ ഇത്തരം മോശം കമൻറ്റുകൾ വരുന്നത് എന്നുള്ളതാണ്. മനുഷ്യൻ എന്തും കാണിക്കാം, ചെയ്യാം. പക്ഷെ മറ്റുള്ളവൻ കാണിക്കുമ്പോൾ അത് കുറ്റമായി, തെറ്റായി, സദാചാരമായി മാറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് വസ്ത്രമഴിച്ച് എനിക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ എന്ത് വസ്ത്രം ഇടണം, വസ്ത്രം ധരിക്കാതെ നടക്കണമോ, ഞാൻ അല്പവസ്ത്രധാരിയായി നടക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ആ സ്വാതന്ത്ര്യത്തിൽ, എൻ്റെ വ്യക്തിത്വത്തിൽ കടന്നു കയറാൻ ഞാൻ മറ്റൊരാൾക്ക് അധികാരം കൊടുത്തിട്ടില്ല. അത് എൻ്റെ അവകാശമാണ്, ഞാനത് ചെയ്യും. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ നിങ്ങളത് കണ്ണു പൂട്ടി വെക്കുക. നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ തീയിൽ തൊടുന്നു. ആദ്യ തവണ തീയെ കാണുമ്പോൾ നല്ല രസമാണ്, നമ്മൾ അത് ആസ്വദിക്കും. രണ്ടാമത്തെ തവണ തീയിൽ നമ്മളൊന്ന് തൊട്ടു, അപ്പോൾ കൈ പൊള്ളും. അപ്പോൾ നമുക്കറിയാമല്ലോ അത് തീയാണ്, കാണുന്നത് പോലെ അത്ര രസമില്ല, പൊള്ളുമെന്ന് നമുക്കറിയാം. പിന്നെ എന്തിനാണ് മൂന്നാമതും നാലാമതും അഞ്ചാമതും നമ്മൾ ചെന്ന് ആ തീയിൽ തൊടുന്നത്? അത് കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. അതിൽ തൊടുമ്പോൾ പൊള്ളുമെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ചെന്ന് അതിലേക്ക് വീണ്ടും വീണ്ടും തൊടാൻ പോകുന്നത്? ഇത് തന്നെയാണ് ഓരോ ഫേസ്ബുക്കിലും ഓരോ രീതിയിൽ ആളുകൾ അവർക്ക് പൈസ ഉണ്ടാക്കാനും സാമ്പത്തിക നേട്ടത്തിനും അവരുടെ കഴിവ്, അവർക്ക് ഇത്തരത്തിലായിരിക്കും കഴിവ്. എല്ലാവർക്കും ഇപ്പോൾ പിന്നെ ഭയങ്കരമായ രീതിയിൽ ഓസ്കാർ അവാർഡ് വാങ്ങുന്ന രീതിയിൽ അഭിനയിക്കാനും പിന്നെ അത്തരം പ്രവർത്തനം ചെയ്യാനും, ഇപ്പോൾ മദർ തെരേസയെ പോലെ ആകാനും, ഗാന്ധിജിയെ പോലെ ആകാനും, അല്ലെങ്കിൽ അംബേദ്കറെ പോലെ ആകാനും, അങ്ങനെയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കഴിയണം. ഇന്ദിരാഗാന്ധിയെ പോലെ ആകാനും ഒക്കെ എല്ലാവർക്കും കഴിയും. ഇല്ല, എല്ലാവരും ഈ പറയുന്നവരെല്ലാം അവരവരുടെ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. അവരവരുടെ വ്യക്തിത്വങ്ങൾ കൃത്യമായി കാണിച്ചുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇത്തരക്കാരും. എന്തിനാണ് ഇവരെയൊക്കെ ഇത്തരം മോശക്കാരാക്കി, ഇത്തരം അവരെ വായിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്? അവർക്ക് ഒരു കുടുംബമുണ്ട്, അവർക്ക് മക്കളുണ്ട്, അവർക്കും കുടുംബാംഗങ്ങളുണ്ട്. അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത തോന്നുന്നത്? അവരവരുടെ ഇഷ്ടം പോലെ ഈ ലോകത്ത് ജീവിക്കട്ടെ. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിന് ഈ ലോകത്ത് ജീവിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നുള്ളതാണ്. സണ്ണി ലിയോൺ കേരളത്തിലെത്തിയപ്പോൾ, കൊച്ചിയിലെത്തിയപ്പോൾ ഇവിടെ ഗതാഗത കുരുക്ക് വരെ നടന്നു. സണ്ണി ലിയോൺ ആരാണ്? സണ്ണി ലിയോൺ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. നമ്മളറിയാതെ ചിലപ്പോൾ രശ്മി നായരും രാഹുൽ പശുപാലനും ഒക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലോ, അവർ അത് വെളിപ്പെടുത്താൻ തയ്യാറാവാത്തതാണെങ്കിലോ, സണ്ണി ലിയോൺ വരുമ്പോൾ അവരെ ഇങ്ങനെ വലിയ രീതിയിൽ അവരെ പിന്നെ അവർക്കെതിരെ അവരെ വലിയ രീതിയിൽ അവരെ പിന്നെ സമൂഹത്തിന് മുന്നിൽ നല്ല രീതിയിൽ അവരെ പ്രദർശിപ്പിക്കുന്നു. അതേ കാര്യം ചെയ്യുന്ന മറ്റുള്ളവരൊക്കെ പോക്ക് കേസാണ്, കൂട്ടിക്കൊടുത്താണ് ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിനോട് ഒരിക്കലും എനിക്ക് നമ്മൾ തന്നെ ഒരു വാർത്തയിൽ ഒരു തമ്പിട്ടാൽ, ഒരു വാർത്ത സെക്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് വാർത്തകളായിരിക്കും അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്താൽ അതിൻ്റെ താഴെ വരുന്നത് എന്താ? ഇവർക്ക് കമ്പിക്കഥയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എടുത്തൊരു വാർത്തയുടെ താഴെ വന്ന കമൻ്റാണ്, ഇന്ന് കമ്പിക്കഥകളില്ലേ. എന്താണ് ഈ കമ്പിക്കഥകൾ എന്നുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. എന്താണ് രാത്രിയാകുമ്പോൾ ഈ പറയുന്നവനൊക്കെ രാത്രിയാകുമ്പോൾ പോൺ സൈറ്റുകൾ തിരയുന്നത്? അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പോൺ സൈറ്റുകൾ തിരഞ്ഞു പോകുന്നതിനോ സ്ത്രീകളുടെ മാറിടം കാണുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരം കാണുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ഇവൻ്റെയൊക്കെ മനസ്സിലെ അഴുക്ക് വെളിയിൽ, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മളിരുന്ന് സംസാരിച്ചാൽ അത് കേൾക്കുമ്പോൾ ഇവർ കുലസ്ത്രീകൾ മാത്രമല്ല കുലസ്ത്രീമാന്മാരുമുണ്ട്.
കുലസ്ത്രീകൾ മാത്രമല്ല, എനിക്ക് കുലപുരുഷന്മാർ കുലപുരുഷന്മാർ അതാണ് യഥാർത്ഥ വാക്ക്, എനിക്കത് കിട്ടിയില്ല. കുലപുരുഷന്മാരുമുണ്ട് എന്നുള്ളതാണ്. കുലപുരുഷന്മാർക്ക് ചില സ്ത്രീകൾ ഇത്തരത്തിൽ, അതായത് സ്ത്രീകൾ ഇത്തരത്തിലൊന്നും സംസാരിക്കാൻ പാടില്ല. പൊതുവേ പെൺകുട്ടികൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ അധികം പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാത്തവരാണ് ഈ കുലപുരുഷന്മാർ എന്ന് പറയുന്നത്. അവർക്ക് സ്ത്രീകൾ ഇരുന്ന് സംസാരിക്കുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ സ്ത്രീകൾ മറ്റേതെങ്കിലും തരത്തിൽ നിൽക്കുന്നതൊക്കെ കാണുമ്പോഴോ അവർക്കത് സഹിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാന പ്രശ്നം. പക്ഷേ ഇവരൊക്കെ സദാചാരക്കാരെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ കഴപ്പന്മാരും ഏറ്റവും വലിയ കാമഭ്രാന്തന്മാരും എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു പേജിൽ വന്നതാണ്, 18 വർഷത്തെ വിവാഹ വാർഷികം പുതിയ വണ്ടി എടുത്ത് ആഘോഷിച്ച് രശ്മി നായരും ഭർത്താവ് പശുപാലനും. ഇതിൻ്റെ താഴെ വന്ന 1-2 കമൻറ്റുകളാണ് എന്നെ അതിശയിപ്പിച്ചത്. ഓരോ വിഷു കഴിയും തോറും ഓരോ കാർ. നടിയെന്ന് വിശേഷിപ്പിച്ചത് ഏത് സിനിമയിലാണ്? നീലചിത്രമാണോ? ഒരക്ഷരം മാറിപ്പോയതാ. ഇവർ ഏത് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത്? ഇതുവരെ കണ്ടിട്ടില്ല. നൗഫൽ കൊച്ചുകള്ളൻ, ആശംസകൾ, അത്രയും വികസനമുണ്ട്. അതൊരു ബീന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോയിൽ നിന്ന് വന്ന ഒരു ഇതാണ്. കാമസൂത്ര വല്ല പടത്തിലുമാണ് ഇവൾ നടിച്ചത്. ശ്രീനാഥ് ഇട്ടേക്കുന്നതാണ്, കുണ്ടി കൊടുത്ത് വണ്ടി വാങ്ങിയവൾ, വിൽപ്പനക്കാരൻ സമീപം, കൂടുതൽ ഡെക്കറേഷൻ വേണ്ട. ഇങ്ങനെയാണ് കമൻറ്റ്. ഇപ്പോഴത്തെ കുറേ ഈ താക്കോലൊന്നും പോരാ ഈ വണ്ടി സ്റ്റാർട്ടാക്കാൻ. വണ്ടി വാങ്ങി പൈസ പോയി, സമ്പത്ത് കാലത്ത് കാപത്ത് വിതച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് കിട്ടും, വാർദ്ധക്യം ആപത്ത് കാലം. എത്ര ആളുകൾ ഫൈനാൻസ് ചെയ്ത് കാണും. പശുപാലൻ ഏത് പടത്തിൽ അഭിനയിച്ചത് ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നടിയോ വണ്ടി? ഇങ്ങനെയാണ് കമൻറ്റുകൾ പോകുന്നത്. ഇത് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പം ഈ പറയുന്ന ആളുകളെല്ലാം കൂടെ വന്ന് ചോദിക്കും, ഇവർ ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നമ്മൾക്ക് പറയുന്നതിൽ എന്താണ്? പടക്കമുണ്ടാക്കിയവനും തിരി കൊളുത്തിയവനും പ്രശ്നമില്ല, പിന്നെ ഒച്ച കേട്ടവനാണോ പ്രശ്നം എന്നതാണ് ഇവർ ചോദിക്കുന്ന സ്ഥിരമായ ചോദ്യം. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ അനുസൃതമായി ജീവിക്കുന്ന ആളുകളാണ്. ഓരോരുത്തർക്കും ഓരോ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ കീഴ്ജാതിക്കാരൊക്കെ അമ്പലത്തിൽ കയറുമ്പോൾ വലിയ പ്രശ്നമല്ലായിരുന്നോ? വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ ദുരാചാരങ്ങൾ, സദ്യ അടക്കമുള്ള ആചാരങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ സമൂഹത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നുണ്ടായി വന്നതാണ്. അതൊക്കെ നിർത്തിയപ്പോൾ ഇവിടെ ഒരു ലോകവും ഇടിഞ്ഞു വീണിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഈ രാജ്യത്ത് വേശ്യാവൃത്തി എന്ന് പറയുന്ന, വേശ്യാവൃത്തി എന്ന വാക്കിനോട് പോലും ഞാൻ യോജിക്കുന്നില്ല. അത് നിയമപ്രകാരം ലൈംഗിക തൊഴിൽ അത് നിരോധിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ എനിക്ക് ആ രീതിയിൽ പണമുണ്ടാക്കാനാണ് താല്പര്യമെങ്കിൽ ഞാൻ ആ രീതിയിൽ പണമുണ്ടാക്കും. പക്ഷേ അതിൻ്റെ പേരിൽ എന്നെ പരിഹസിക്കാനോ എൻ്റെ വ്യക്തിത്വത്തിന് നേരെ വരാനോ, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ എൻ്റെ ഡ്രസ്സ് വലിച്ചു കീറാനോ ഒന്നും തന്നെ ഇവിടെയുള്ള ഒരാൾക്കും അവകാശമില്ല എന്ന് ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട്. ആ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നവനാണ് ഇവനും ഞാനും ധന്യയും ഈ പറയുന്ന ഞരമ്പോളികളായിട്ടുള്ള കമൻറ്റുകൾ ആൾക്കാർ മുഴുവൻ. ഇവർക്ക് ഈ പറയുന്ന രശ്മി ഇത്തരത്തിലൊരു കാര്യം, ഒരു നീലചിത്രത്തിൽ അവർ അഭിനയിച്ചു, നീല എന്നവർ പറയുന്ന വാക്ക് അവർ ഉപയോഗിക്കുന്ന ആ ചിത്രത്തിൽ അവർ അഭിനയിച്ചുവെങ്കിൽ, അതിന് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർക്കിത് കാണാം, ഇവർ കാണാതിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിനെതിരായിക്കൊണ്ട് അവർക്ക് ചിലപ്പോൾ വിമർശിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാം, പക്ഷേ ആക്ഷേപിക്കരുത്. ഒരാളുടെ ശരീരത്തിൻ്റെയും അയാളുടെ കാര്യങ്ങളെയും വെച്ച് പരിഹസിക്കാനും ആക്ഷേപിക്കാനും നിയമമില്ല. അത് സൈബർ കുറ്റമാണ്. ഭരണഘടന കൊടുക്കുന്ന എല്ലാ പരിരക്ഷയും ഇവർക്കും ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ ഇടയ്ക്ക് കയറി പറഞ്ഞതിൽ ക്ഷമിക്കുക. ഞാൻ ഒരു കാര്യം, ഇവർ ഇത്രയും ഈ കമൻറ്റോളികൾ, ഈ കഴപ്പന്മാർ, ഞരമ്പ് രോഗികൾ ഇത്രയും ഇവരെ വലിയ രീതിയിൽ കമൻറ്റുകളിൽ വന്ന് ആക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ആക്ഷേപിക്കുന്നു, ഇവരെ വലിയ രീതിയിൽ ഇവരെ അപഹസിക്കുകയൊക്കെ ചെയ്ത്, എന്നിട്ട് ഇവരിത് നിർത്തിയോ? അപ്പോൾ ആരാ ഇവിടെ പിന്നെ തേഞ്ഞൊട്ടിപ്പോയത്? ഈ കമന്റ് ഇടുന്നവന്മാർക്കൊക്കെ എന്തെങ്കിലും വില ഇവർ കൊടുത്തിട്ടുണ്ടോ? അവരവരുടെ ജീവിതം എങ്ങനെയാണോ പൊക്കോണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ അവർ കൊണ്ടുപോയിക്കൊണ്ട്. ഇതിപ്പോൾ രശ്മി നായർ എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാം ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലല്ല, എത്രയോ നല്ല നല്ല സിനിമാ നടികൾ ഇടുന്ന പോസ്റ്റിന് താഴെ വന്ന് എത്ര മോശം കമൻറ്റുകളാണ് ഇടുന്നത്. എന്തിനേറെ പറയുന്ന അമൃത സുരേഷ്, അവർ അനുഭവിച്ച വേദനകൾ പറഞ്ഞുകൊണ്ട് അവരൊരു വലിയ രീതിയിലുള്ളൊരു വീഡിയോ അവർ ചെയ്തിരുന്നു. അവരൊരു സ്ത്രീയാണെന്ന് പോലും, ഒരു സ്ത്രീ എന്ന പരിഗണന വേണ്ട, സമൂഹത്തിൽ നമ്മളോടൊപ്പമുള്ള ഒരാളാണ് എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ അവരെയും അവരെ കുടുംബത്തെയും അവരെ മകളെയും അവരെ അനിയത്തിയെയും അവരെ അമ്മയും ഒക്കെ കമൻറ്റിൽ വന്ന് അധിക്ഷേപിക്കുന്നവർ.
ഇപ്പോൾ ഗോപി സുന്ദർ ഇല്ലാത്തതിൻ്റെതാണോ, ഗോപി സുന്ദർ ഇട്ടിട്ട് പോയപ്പോൾ നിനക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മാനസികമായി ഇതൊക്കെ ആരാണ് ഇവന്മാർക്ക് ഈ അധികാരം നൽകുന്നത്? എന്തും വിളിച്ചു പറയാനുള്ള അധികാരം. സ്ത്രീകൾ കൃത്യമായി പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ കുറേയൊക്കെ മാറ്റം സംഭവിച്ചതെന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ പടക്കം, വെടി, പോക്ക് കേസ്, ചരക്ക്, ഇത്തരം പദപ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ നിരന്തരം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സ്ത്രീയെ വിളിക്കാൻ, അവളെ അങ്ങനെ ആക്കിയതിൽ ഒരു പുരുഷന്റെ പങ്കും കൂടെ ഇല്ലേ? എന്നിട്ട് ആ പുരുഷൻ എന്ത് വിളിക്കുന്നു? പോക്ക് കേസവൻ, ചരക്ക് കേസവൻ, വെടിക്കേസവൻ എന്ന് വിളിക്കുന്നുണ്ടോ? അപ്പോൾ എന്തൊക്കെ നമ്മൾ സമൂഹം മാറി എന്ന് പറഞ്ഞാലും സ്ത്രീക്കെതിരെയുള്ള അധിക്ഷേപം അത് ഒരു കാലത്തും മാറാൻ പോലുള്ള, സ്ത്രീകൾ എത്ര ആവർത്തിച്ച് പ്രതികരിച്ചാലും ഇപ്പോഴും സ്ത്രീകൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം അവഹേളനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അല്ല തന്നെയാ, ഈ സ്ത്രീ തുണി ഉരിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപഭോക്താവ് എന്ന് പറയുന്നത് പുരുഷനാണ്. പുരുഷൻ ഉള്ളത് കൊണ്ടാണ്, പുരുഷൻ്റെ കാമം കത്തി നിൽക്കുന്നത് കൊണ്ടാണ് സ്ത്രീ തുണി ഉരിയേണ്ടി വരുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതിലെ തെറ്റുകുറ്റങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താം. തുണി ഉരിയുന്നത് തെറ്റുണ്ടോ, അത് സമൂഹം കൽപ്പിച്ചതാണോ, ഇതൊന്നും നമ്മൾ ഈ മാറിയ കാലത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരാളെയും റേപ്പ് ചെയ്യാതിരിക്കുക, ഒരാളെയും നിങ്ങൾ പീഡിപ്പിക്കാതിരിക്കുക, ബസ്സിൽ കയറുമ്പോൾ അബ്യൂസ് ചെയ്യാതിരിക്കുക, ചെറിയ മക്കളെ പോലും ഇങ്ങനെ ഉപദ്രവിക്കാതിരിക്കുക. മറ്റുള്ള കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും ഇതിലൊക്കെ പ്രതികരിക്കാം. അപ്പം ആ തരത്തിലാണ് നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത്. എന്ത് തന്നെയായാലും ഈ രാജ്യത്ത് ഈ ഭരണഘടന അനുസരിച്ച് ഭരണഘടന നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതിലേക്ക് കടന്നു കയറാൻ ആർക്കും തന്നെ അധികാരവുമില്ല.